മൂന്ന് ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ സാന്ത്വന സാജു ചേരുന്നുണ്ട്. സാന്ത്വന, പൊതുജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അറിയിപ്പുകൾ എങ്ങനെ? പ്രത്യേകിച്ച് ഒരു വേനൽ പൂർണ്ണമായി എത്തുന്നതിന് മുമ്പാണ് ഈ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ഈ മൂന്ന് ജില്ലകളിലാണ് ഇന്നും നാളെയും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില 37°C വരെയും, അതുപോലെ തന്നെ കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36°C വരെയും ഉയരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഇത് സാധാരണ ഈ ദിവസങ്ങളിൽ, അതായത് ഈ ഫെബ്രുവരി മാസത്ത് സാധാരണ ഈ ദിവസം ഉണ്ടാകുന്ന താപനിലയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്ന താപനിലയാണിത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മൂന്ന് ജില്ലകളിലും ഇന്നും നാളെയും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ചൂട് ഇത്തരത്തിൽ കൂടുന്നൊരു സാഹചര്യത്തിൽ സൂര്യാഘാതം, അതുപോലെ തന്നെ സൂര്യതാപം, നിർജ്ജലീകരണം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് ഇത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പും ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പകൽ 11 മുതൽ 3 വരെയുള്ള വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ധാരാളമായി വെള്ളം കുടിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നോട്ടേക്ക് വെക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വേനൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു ചൂടാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അത്രത്തോളം ഇതിനെക്കുറിച്ച് അവബോധമുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്രത്തോളം ശ്രദ്ധിക്കണമില്ലെങ്കിൽ വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും മുന്നറിയിപ്പ് നൽകുന്നത്. രേഷ്മ. ശരി.